കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കഥാനായികയായിട്ടുള്ള ഷെൻസിയാണ്. അവള് ഒരു വലിയ കമ്പനിയായിട്ടുള്ള ഫെങ് കമ്പനിയിൽ ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ അവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള സീച്ചങ് ഇവളുടെ അടുത്തേക്ക് വന്ന് അവനെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ച് ഇവളെ പ്രൊപ്പോസ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ട് അവള് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. കാരണം ഇവര് തമ്മിൽ ഏകദേശം 5 വർഷത്തോളായിട്ട് റിലേഷൻഷിപ്പിലാണ്. അവനിപ്പോ ആ കമ്പനിയിൽ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചത് കേട്ട് ഇവള് ആകെ സ്തംഭിച്ചു നിൽക്കാണ്. അവളൊരു ക്ലീനിങ് സ്റ്റാഫ് ആണല്ലോ. പക്ഷെ ആ സ്തംഭനം അധിക നേരം നീണ്ടു നിന്നില്ല. കാരണം ഇവൻ പ്രപ്പോസ് ചെയ്തത് അവളെ ആയിരുന്നില്ല, അവിടുത്തെ മാനേജർ ആയിട്ടുള്ള ലിൻ എന്ന് പറയുന്ന ഒരു പെണ്ണിനെയാണ്. അവളാണെങ്കിൽ ഷെൻസിയെ തട്ടിക്കളഞ്ഞ് ഇവന്റെ ആ ഒരു പ്രപ്പോസല് സ്വീകരിക്കുന്നു. അത് കണ്ട് ഇവള് ഞെട്ടുന്നു. ഉടനെ തന്നെ ഇവളുടെ സീസണോട് ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നീയും ഇവളും തമ്മിൽ അവിഹിതമാണെന്ന് പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചില്ല, നീ എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അവനാണെങ്കിൽ ഞാൻ ഇത്രയും വലിയ കമ്പനിയിൽ വലിയൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായ നിന്നെ കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, എനിക്ക് അന്നും ഇന്നും ഇവളെ ആയിരുന്നു ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് സംസാരിക്കുന്നു. ഉടനെ തന്നെ ഇവള് ശരി ആയിക്കോട്ടെ, പക്ഷെ ഇത്രയും നാള് നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൈസയെല്ലാം തിരിച്ചു തരാനായിട്ട് പറയുമ്പോ അവനാണെങ്കിൽ നീ ഇത്രയും നാളും എന്നെ ശല്യം ചെയ്തതിന് ആ തുക അതിനുള്ള ഫീസ് ആയിട്ട് കൂട്ടിയാൽ മതി, എന്റെ കയ്യിൽ നിന്ന് 10 പൈസ പോലും നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്നു. ഇവളാണെങ്കിൽ അത് കേട്ട് അവന്റെ മുഖത്ത് നല്ലൊരെണ്ണം കൊടുക്കുന്നു. അപ്പൊ ലിന്നാണെങ്കിൽ അവൻ കൊടുക്കാനുള്ള പൈസയുടെ ഒരു ചെക്ക് എടുത്ത് ഇവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് എന്റെ കാല് വീണ് ക്ഷമ ചോദിച്ച് നീ ഇത് എടുത്തോണ്ട് പോടി എന്ന് പറയുന്നു. ഷെൻസിയും അത് എടുക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതെടുത്ത് വലിച്ചു കയറി കളയുന്നു. കാരണം അവളുടെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുത്തിട്ട് അതിനുള്ള പേയ്മെന്റ് ആണല്ലോ ഇവളിപ്പോ കൊടുത്തത്. അഭിമാനം ഉള്ളത് കൊണ്ട് തന്നെ ഷെൻസി അത് സ്വീകരിക്കുന്നില്ല. നീ തന്നെ എനിക്ക് പൈസ തിരിച്ചു തരണം എന്ന് സീസനോട് അവള് പറയുന്നു. പക്ഷെ ലിന്നാണെങ്കിൽ ഒരു ക്ലീനിങ് സ്റ്റാഫായി നിനക്ക് ഇത്ര അഹങ്കാരം, മര്യാദയ്ക്ക് ഇവിടെ മൊത്തം നോടിച്ച് വൃത്തിയാക്കടി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇവൾക്കാണെങ്കിൽ അതൊക്കെ കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കാണ്. കാരണം ലിന്ന കമ്പനിയിൽ വലിയൊരു പൊസിഷനിലാണല്ലോ ഉള്ളത്. എങ്കിലും ഇവര് രണ്ടുപേരുടെ മുഖംമൂടി അഴിക്കണം എന്ന് തന്നെ ഇവള് തീരുമാനിക്കുന്നു. 2 ദിവസം കഴിഞ്ഞാല് ഇവരുടെ കമ്പനിയിൽ ഒരു ഫംഗ്ഷൻ നടക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഇത്രയും നാളെ ഇവരെന്നെ ചതിച്ചതിന് ഞാൻ പ്രതികാരം ചെയ്യും. ലിന്നിന്റേത് ഒരു വലിയ ഫാമിലിയാണ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ ആ കുടുംബ പേര് ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ ഇവള് മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ടും ഇവൾ അതിനെപ്പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. ഇവളൊരു ക്ലീനിങ് സ്റ്റാഫ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും എന്നെ വിശ്വസിക്കോ എന്നൊക്കെ അവളെ ചിന്തിച്ചുകൊണ്ട് വരുമ്പോ പെട്ടെന്ന് ഒരാളെ ഇവളുടെ കാലിൽ കയറി പിടിക്കുന്നു. അവളാണെങ്കിൽ ഞെട്ടി വെറിച്ചു പോവുകയാണ്. ഓർക്കാപ്പുറത്ത് എടുക്കുന്ന സംഭവമാണല്ലോ. അവളെ നോക്കുമ്പോ കാണുന്നത് ഒരാള് ചോരയില് കുളിച്ചു കിടക്കാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹാനാണ്. അവനെ ആരോ ഉപദ്രവിച്ചിട്ടിട്ട് പോയതാണ്. അപ്പൊ അവനെ ഇവളെ കണ്ട് എന്നെ ഒന്ന് രക്ഷിക്കുക, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുന്നു. അവളെ നോക്കുമ്പോ ഡ്രസ്സിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ചിലപ്പോ ഏതെങ്കിലും കമ്പനിയുടെ CEO ആയിരിക്കും, വല്ല ശത്രുക്കളും ആക്രമിച്ചിട്ടിട്ട് പോയതായിരിക്കും, ഞാൻ ഇയാളെ രക്ഷിക്കുകയാണെങ്കിൽ എന്റെ ലൈഫ് തന്നെ മാറിയാലോ എന്നൊക്കെ ചിന്തിച്ച് അവൾ അവനെയും തൂക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ പോയ പോലെ തന്നെ തിരിച്ചു വരുന്നു. കാരണം ഇവനെ ആക്രമിച്ച ആ കൊലയാളെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളാരാ, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഇവള് ചോദിക്കുന്ന സമയത്ത് അയാൾ ഇവളോട് ഞങ്ങളുടെ കാസിനോ എന്ന് ഇയാള് 50 ലക്ഷം അടിച്ചോണ്ട് പോയി എന്ന് പറയുന്നു. മാത്രമല്ല അയാൾ ഇവളോട് മര്യാദയ്ക്ക് നീ ഇവനെ കളഞ്ഞിട്ട് പോയില്ലെങ്കിൽ നീയും കൂടി ചേർത്ത് ഞാൻ കൊന്നു തള്ളുമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോ തന്നെ ഇവള് അവനെ കളഞ്ഞിട്ട് ശരി ശരി ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ആ കൊലയാളിയാണെങ്കിൽ അവള് പോയതിനു ശേഷം ഇവന്റെ ഫോട്ടോ എടുത്ത് ആർക്കോ സെൻഡ് ചെയ്തിട്ട് ഫോണിൽ വിളിച്ച് സർ അവനെ കിട്ടിയിട്ടുണ്ട്, ഞാനിപ്പോ തന്നെ അവന്റെ കഥ കഴിക്കാം എന്ന് പറഞ്ഞ് ഇവനെ കുത്താനായിട്ട് വരുന്നു. പക്ഷെ അപ്പോ തന്നെ നമ്മുടെ ഷെൻസി പുറകിലൂടെ വന്ന് അയാളുടെ തല അടിച്ചു പൊട്ടിക്കുന്നു. അതിനുശേഷം ഹാനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ആ കൊലയാളിയുടെ ഫോണിൽ വിളിച്ചേക്കുന്ന ആള് എടോ ഒരു പണി ഏൽപ്പിച്ചാല് മര്യാദയ്ക്ക് ചെയ്യണം, ഇത് ഞാൻ പറഞ്ഞ ആളല്ല, ഇത് ഫെങ് ഗ്രൂപ്പിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ ഹാൻ ആണ്, ഇതാരെങ്കിലും അറിഞ്ഞാല് നമ്മൾ തീർന്നു എന്നൊക്കെ പറയുന്നു. അയാളൊന്നും കേൾക്കുന്നില്ല, അയാൾ ബോധം പോയി കിടക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ ആവുമ്പോ ഹാൻ കുറച്ച് ഓക്കെ ആവുന്നു. അപ്പോഴേക്കും ഷെൻസി ഇവൻ എഴുന്നേറ്റത് കണ്ട് ഇവനക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പൊ അവനാണെങ്കിൽ ഇവളോട് നിനക്ക് എത്ര വേണോന്ന് വെച്ചാൽ ദേ ചെക്കിരി പോണ്ട എഴുതിയെടുത്തോളാനായിട്ട് പറയുന്നു. അപ്പൊ അവളെ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒരു തുക പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ പൈസയ്ക്ക് വേണ്ടിട്ട് രക്ഷിച്ചതാണ് എന്ന് കരുതിയാലോ, അങ്ങനെ അല്ലെന്ന് വരുത്തിയല്ല ചിലപ്പോൾ കൂടുതൽ എന്തെങ്കിലും കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചു. ഇല്ല സർ എനിക്ക് പൈസയൊന്നും വേണ്ട, നമ്മളൊക്കെ മനുഷ്യരല്ലേ, എനിക്ക് പൈസയോടൊന്നും ഒരു താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇവനും അവളെ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഇവള് ആ ഒരു ഗ്ലാസ് ടേബിളിന്റെ മണ്ണിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു പാറ്റയെ കാണുന്നു. ഉടനെ തന്നെ ഇവള് പേടിച്ച് നിലവിളിച്ച് ഇവൾ ആ വെള്ളം കൊണ്ട് ഹാൻഡ് ദേഹത്തോടെ വീഴുന്നു. അവന്റെ ദേഹം മുഴുവൻ വെള്ളമായതുകൊണ്ട് ഉടനെ തന്നെ സോറി സോറി എന്ന് പറഞ്ഞ് അവൾ അത് തുടയ്ക്കുന്നു. അപ്പൊ ഇവളിങ്ങനെയൊക്കെ കാണിക്കുമ്പോ നിങ്ങൾക്ക് പൈസയോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ എന്നോടാണോ താല്പര്യം എന്ന് ചോദിക്കുന്നു. അവളാണെങ്കിൽ അത് കേട്ട് കുറച്ച് ഷൈ ആവുന്നു. ഇവളെ എഴുന്നേറ്റ് പോവാൻ നോക്കുന്നുണ്ടെങ്കിലും അവ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവളെ വീട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടത്തെ ഒരു അലർച്ച കേട്ട് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. വന്ന് കാണുന്ന കാഴ്ച ദേ ഇതാണ്.
ഇതാരാ, നീ എന്തേ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് അമ്മ ഇവളോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ അവളെ പെട്ടെന്ന് ഇതെനിക്ക് അറിഞ്ഞൂടാത്ത ആരെങ്കിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ വേറെ എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് കരുതി ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ് അമ്മേ എന്ന് പറയുന്നു. അപ്പൊ അമ്മ ഇവളോട് എന്റെ ഈശ്വര, നിനക്ക് വേറെ പണിയൊന്നല്ലേ, ഇങ്ങനെയൊക്കെ നടന്നാല് ലാസ്റ്റ് ഇവ നിന്നെ കെട്ടോ, നിനക്ക് പിന്നെ വേറെ നല്ല ചെറുക്കനെ കിട്ടോ എന്നൊക്കെ ചോദിച്ച് അമ്മ ഇവളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പൊ ഹാനിന് അതൊക്കെ കേൾക്കുമ്പോ എന്റെ മുത്തശ്ശൻ എന്തായാലും എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അത്ര കുഴപ്പക്കാരി അല്ലെന്ന് തോന്നുന്നു, കാണാനും തരക്കേടില്ല, ഇവളെ അങ്ങ് കല്യാണം കഴിച്ചാലോ എന്ന ചിന്തയോടുകൂടി അവളുടെ അമ്മയുടെ അടുത്ത് അതെ ആന്റി, ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണ്, എപ്പോ വേണമെങ്കിലും ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഷെൻസി ഒന്ന് ഞെട്ടുന്നു. അവള് വെറുതെ രക്ഷപ്പെടാനായിട്ട് പറഞ്ഞതാണല്ലോ, പക്ഷെ അമ്മ ആരാ മോള്, എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കുന്ന മക്കളെ ഇപ്പൊ തന്നെ നിങ്ങളെ വിവാഹം കഴിച്ചേക്ക് എന്ന് പറഞ്ഞ് ഇവരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പറഞ്ഞേക്കുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവര് രണ്ടുപേരും അങ്ങനെ വിവാഹിതരാവുന്നു. അപ്പൊ ഇവളെ മനസ്സില് ഇയാൾക്ക് ഒരുപാട് കടമൊക്കെ ഉള്ളത് കൊണ്ട് എന്നെ മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ല, കുറച്ച് കഴിഞ്ഞ് അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്കാം എന്നൊക്കെ ഇവള് വിചാരിക്കുന്നു. അപ്പോ അവനിക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു കോള് വരുന്നു. അവന്റെ അസിസ്റ്റന്റ് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഇവൻ ഒരുപാട് നാളായിട്ട് പുറത്തായിരുന്നു, ഇപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോഴാണ് ഇവനെ ആരോ പുറകിന്ന് ആക്രമിച്ചത്. ഇവനിക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് അവനിക്ക് മനസ്സിലാവുന്നു. എത്രയും പെട്ടെന്ന് അതിനെപ്പറ്റി കാര്യമായി അന്വേഷിക്കുന്നതിന് ഇവൻ അസിസ്റ്റന്റിനോട് പറയുന്നു. അപ്പൊ ഇവനോട് അല്ല നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ട് എന്ന് ചോദിക്കുന്നു. ഇവനാണെങ്കിൽ ഇവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ഇവളോട് തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവനിപ്പോ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇവൾക്കും കൂടി എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് ഇവൻ ആ കാര്യങ്ങളെ ഇവളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നു. എന്നിട്ട് അവളോട് എനിക്ക് ഒരു 3-4 മില്യൺ കടം വരും എന്നൊക്കെ പറയുന്നു. അപ്പൊ അത് കേട്ട് എന്ത് 3 മില്യണോ, ഇതൊന്നും ആരും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവൾ ഒരു സേഫ്റ്റിക്കായിട്ട് അവനിക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് എടുത്തു കൊടുക്കുന്നു. കടമുള്ളത് കൊണ്ട് തന്നെ ഇവനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇവളുടെ ആ ഒരു കാര്യത്തിൽ കണ്ട് ഇവൻ നിനക്ക് എന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളുടെ മനസ്സിൽ ഇയാൾക്ക് എങ്ങാനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ കടം മൊത്തം പിന്നെ എന്റെ തലയിലാവും, എന്റെ ഒരു സ്വയരക്ഷയ്ക്ക് തന്നെയാ ഞാനിത് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് അവനോട് അതെ നിങ്ങൾ എന്റെ ഹസ്ബൻഡ് അല്ലേ, ഞാനല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. പക്ഷെ ആ ഒരു പറച്ചിലില് ഇവൻ വീഴുന്നു. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് അവളിലെ ഇംപ്രസ് ആവുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ ഓഫീസിൽ നിന്ന് ഇവളുടെ ടീം ലീഡർ ആയിട്ടുള്ള ലേഡി കോൾ ചെയ്ത് മിസ്റ്റർ ഫെങ് നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു വരികയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറയുന്നു. ഈ മിസ്റ്റർ ഫെങ് എന്ന് പറയുന്നത് നമ്മുടെ ഷെൻസിയുടെ ബോസ് ആണ്, അവരുടെ കമ്പനിയുടെ ഓണർ. ആ വ്യക്തി യഥാർത്ഥത്തിൽ മറ്റാരുമല്ല നമ്മുടെ ഹാൻ തന്നെയാണ്, അവന്റെ മുഴുവൻ പേര് അങ്ങനെയാണ്. പക്ഷെ ഇവൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല, കാരണം അവൻ ഒരുപാട് നാളായിട്ട് പുറത്തായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ പെട്ടെന്ന് അവിടെ നിന്ന് നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ ഓഫീസിലാണെങ്കിൽ ഷെൻസിയുടെ സീനിയർ സ്റ്റാഫ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. അവളെ വിളിച്ച ആ ഒരു സ്ത്രീ അവരും ലിന്നും കൂടി ഷെൻസിക്കിട്ട് എന്തോ ഒരു പണിയെടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. അതിനായിട്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ഇവൾ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഈ ലേഡി അവളോട് ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കായിരുന്നേ, ഇന്ന് ബോസ് വരുന്ന ദിവസമാണെന്ന് നിനക്ക് അറിയില്ലേ, മര്യാദയ്ക്ക് അദ്ദേഹത്തിന്റെ റൂം പോയി ക്ലീൻ ചെയ്തിടാനായിട്ട് പറയുന്നു. അപ്പൊ അവൾ അവരോട് അതിന് ആ ഫ്ലോർ ക്ലീൻ ചെയ്യേണ്ടത് ഞാനല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ നീ ഞാൻ പറഞ്ഞത് കേട്ടാ മതി, ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവളെ അതിനായിട്ട് പറഞ്ഞയക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ഹാൻ ആണെങ്കിൽ അവന്റെ ആ ഒരു ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അവന്റെ കൂടെ തന്നെ അവന്റെ മുത്തശ്ശനുമുണ്ട്. അവൻ കല്യാണം കഴിച്ച കാര്യമൊക്കെ മുത്തശ്ശനെ അറിയിക്കുന്നു. അദ്ദേഹവും അത് കേട്ട് വളരെയധികം ഹാപ്പി ആവുന്നു. എന്നിട്ട് അവനോട് നിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നു. അവനും അത് സമ്മതിച്ച് മുത്തശ്ശനെ കൊണ്ടുവിടാനായിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അതേ സമയം തന്നെ അതേ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഷെൻസി അങ്ങോട്ടേക്ക് എത്തുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അവിടെ എത്തി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കാണുന്നു. മിസ്റ്റർ ഫെങ് വിവാഹിതനായോ, കോടീശ്വരനായ അദ്ദേഹത്തിന്റെ വൈഫ് ആരായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവൾ അത് തുറന്ന് നോക്കാനായിട്ട് വരുമ്പോ ലിൻ അങ്ങോട്ടേക്ക് വന്ന് അത് തടയുന്നു. നിന്നോടാരാ മിസ്റ്റർ ഫെങ്ങിന്റെ റൂമിൽ കയറാൻ പറഞ്ഞത്, ഓ നീ ഇവിടെ മോഷ്ടിക്കാൻ വേണ്ടി കയറിയതാണല്ലേ എന്നൊക്കെ ഇവളോട് ചോദിക്കുന്നു. ദേ അനാവശ്യം പറയരുത്, ഞാൻ എന്റെ സീനിയർ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് ഇവള് ആ സ്ത്രീ പറഞ്ഞയച്ച കാര്യം പറയുന്നു. എന്നാൽ അവരത് കേട്ട് നീ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ നിന്നെ പറഞ്ഞയച്ചോ എന്ന് ചോദിച്ച് അവരിവളെ തല്ലുന്നു. അവര് തമ്മിലുള്ള കളിയാണല്ലോ ഇതെല്ലാം. ഷെൻസിക്ക് അത് നന്നായിട്ട് മനസ്സിലാവുന്നു. ലിന്നിന് ഇവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഹാനിന്റെ അസിസ്റ്റന്റിനെ അയച്ചിട്ട് മിസ്റ്റർ ഫെങ്ങിന്റെ ഓഫീസിൽ ഒളിഞ്ഞു കയറി ഇവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്ത ഒരു കള്ളിയെ ഞാൻ കയ്യോടെ പൊക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അയാളും ഉടനെ തന്നെ ഈ വിവരം നമ്മുടെ ഹാനിനെ വിളിച്ച് അറിയിക്കുന്നു. ഇവനിക്ക് കുറച്ച് ശത്രുക്കളുണ്ട് എന്നാണല്ലോ ഇവന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആരാണെന്ന് അറിയാൻ ഇവ നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല അവന്റെ വൈഫ് തന്നെ ആയിരുന്നു. അവൻ ആകെ പാടെ ഷോക്കാവുന്നു. കാരണം അവനിക്ക് അറിയില്ലായിരുന്നു അവള് ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന കാര്യം.
അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസിസ്റ്റന്റിനെ വിളിച്ച് നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണ്, ഇത് എന്റെ വൈഫാണ്, ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് ഇവളൊരു കള്ളയാക്കി വടിയൊക്കെ എടുത്ത് സെക്യൂരിറ്റി ഇവളെ അടിക്കാനായിട്ട് വരികയാണ്. അവളാണെങ്കിൽ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. പക്ഷെ തക്ക സമയം തന്നെ അങ്ങോട്ടേക്ക് ഹാൻ എത്തി അത് തടയുന്നു. പക്ഷെ അവർക്കാർക്കും തന്നെ നമ്മുടെ ഹാനിനെ അറിയില്ല. അവൻ ഇന്നാണല്ലോ ഇവിടെ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ലിൻ ഇവനോട് നീ ആരാ, നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് ഇവിടെ എന്താ കാര്യം എന്നൊക്കെ ഇവനോട് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അപ്പോ ഹാൻ അവളോട് നിനക്ക് എന്റെ വൈഫിനെ തൊടാൻ ആരാണ് അനുവാദം തന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അത് കേട്ട് ലിൻ വൈഫോ, അത് കൊള്ളാലോ, നിനക്ക് ഇന്നലെ ഒരു തേപ്പ് കിട്ടിയതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് നീ അടുത്ത ആളെ പിടിച്ചോ എന്നൊക്കെ ഇവളോട് ചോദിക്കുന്നു. എന്നിട്ട് സെക്യൂരിറ്റിയോട് ഇവരെ രണ്ടിനെയും പിടിച്ച് ഇവിടെ നിന്ന് പുറത്തു തള്ളാനായിട്ട് പറയുന്നു. സെക്യൂരിറ്റി ഇവരെ പിടിക്കാൻ വരേണ്ട താമസം ഹാൻ അയാൾക്കിട്ട് നല്ലത് കൊടുക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് എത്തുന്നു. അയാൾ നേരെ വന്ന് ലിന്നിനെയാണ് സെക്യൂരിറ്റിയെ കൊണ്ട് പിടിപ്പിക്കുന്നത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് ആള് മാറിയതാണ്, ദേ ഈ നിൽക്കുന്നവളാണ് ആ സ്പൈ എന്ന് ലിൻ അയാളോട് പറയുന്നു. അപ്പൊ അസിസ്റ്റന്റ് ആരാണ് കള്ളിയെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ മനസ്സിലായി, നീയും ആ ക്ലീനിങ് സ്റ്റാഫും കൂടി ഷെൻസിക്കിട്ട് പണിയൊരുക്കാൻ നോക്കിയതാണല്ലേ എന്ന് പറഞ്ഞ് ആ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവ് ഇവൾക്ക് അയാളെ കാണിക്കുന്നു. അത് കാണുമ്പോൾ ഇവൾക്ക് പണി പാളി എന്ന് മനസ്സിലായി. ഉടനെ തന്നെ അസിസ്റ്റന്റിന്റെ കാലിവിന് എന്നോട് ക്ഷമിക്കുക, എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഇത് നിങ്ങൾ മിസ്റ്റർ ഫെങ്ങിനോട് പറയരുത് എന്നൊക്കെ പറയുന്നു. അപ്പൊ അസിസ്റ്റന്റ് ഹാനിനെ നോക്കി അത് സാറിനോട് നീ തന്നെ നേരിട്ട് പറ എന്ന് പറയുമ്പോഴേക്കും അവന്റെ ഐഡന്റിറ്റിയുടെ കാര്യം പറയരുതെന്ന് ഹാൻ അയാളോട് കണ്ണ് കാണിക്കുന്നു. അപ്പൊ അസിസ്റ്റന്റ് എനിക്കിനി ഇവിടെ തുറന്നു പോകണമെങ്കിൽ മര്യാദയ്ക്ക് ഷെൻസിയോട് മാപ്പ് ചോദിക്കാനായിട്ട് പറയുന്നു. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കടിച്ചു പിടിച്ച് ഇവള് ഷെൻസിയോട് മാപ്പ് ചോദിക്കുന്നു. അതിനുശേഷം അവളെ അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോ ഷെൻസി ഹാനിനോട് തക്ക സമയത്ത് വന്ന് തന്നെ രക്ഷപ്പെടുത്തിയതിന് താങ്ക്സ് പറയുന്നു. താങ്ക്സ് ഒന്നും വേണ്ട, നീയും എന്റെ ലൈഫ് ഒരു തവണ സേവ് ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോ ഓ അതുകൊണ്ടാണോ നിങ്ങൾ എന്നെ വന്ന് രക്ഷിച്ചതെന്ന് ഇവള് ചോദിക്കുന്നു. നീ കൂടുതൽ ചിന്തിക്കേണ്ട, ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ഫംഗ്ഷനിലേക്ക് പോകാനായിട്ട് സ്റ്റാഫിന് എല്ലാവർക്കും ഇവരുടെ കമ്പനി ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവളുടെ ഇൻവിറ്റേഷൻ നോക്കുന്ന സമയത്ത് അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കണ്ട് ഹാൻ തന്നെ ഇവൾക്കൊരു ഇൻവിറ്റേഷൻ എടുത്ത് കൊടുക്കുന്നു. അല്ല നിങ്ങൾക്ക് ഇത് എവിടെ നേട്ടി, നിങ്ങളും അപ്പോ ഇവിടെയാണോ ജോലി ചെയ്യുന്നത് എന്ന് അവള് ചോദിക്കുമ്പോൾ അവനും പിടിക്കപ്പെടാതിരിക്കാനായിട്ട് അതെ ഞാനും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നു. അങ്ങനെ അവള് കൂടുതലൊന്നും ചോദിക്കാതെ അത് വിശ്വസിച്ച് ഇവനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു പാർട്ടിയിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ലെനിനോട് ആ ഷെൻസിയുടെ സീനിയർ സ്റ്റാഫ് ഉണ്ടല്ലോ ആ ലേഡി വിളിച്ചിട്ട് ഷെൻസി ഇൻവിറ്റേഷൻ ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ആ പാർട്ടിയിലേക്ക് വരുമെന്ന പേടിയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഇവള് അങ്ങോട്ടേക്ക് എത്തുന്നു. അല്ല നീ എന്താ ഇവിടെ, നിന്റെ കയ്യില് ഇൻവിറ്റേഷൻ ഇല്ലാണ്ട് നീ എങ്ങനെ അകത്ത് കയറി എന്നൊക്കെ ലിൻ ഇവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് ആരാണ് അവളുടെ ഇൻവിറ്റേഷൻ എടുത്ത് മാറ്റിയതെന്ന കാര്യം മനസ്സിലാവുന്നു. ഓ എന്റെ കയ്യില് ഇൻവിറ്റേഷൻ ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ച് അവള് അതെടുത്ത് കാണിക്കുന്നു. അതിനുശേഷം അവള് നല്ല മാസിൽ അവിടെ നിന്ന് കയറി പോവാനായിട്ട് തുടങ്ങുമ്പോൾ കറക്റ്റ് സീച്ചൻ അങ്ങോട്ടേക്ക് വന്ന് മനഃപൂർവ്വം അവന്റെ കയ്യിലുണ്ടായിരുന്ന വൈൻ എടുത്ത് ഇവളുടെ ഡ്രസ്സിലോട്ട് ഒഴിക്കുന്നു. വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ അത് നല്ലതുപോലെ വൃത്തികേടാവുകയും ചെയ്യുന്നു. അതിനുശേഷം അവര് അറിയാതെ പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു. ഇവളും കയറി പോവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി ഇവളെ വിടാതെ പിടിച്ചു പുറത്താക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവൾക്ക് രക്ഷകനായിട്ട് നമ്മുടെ ഹാൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അതിനുശേഷം അവൻ തന്നെ അവളോട് നീ ഈ ഡ്രസ്സിൽ ഇനി അങ്ങോട്ട് കയറി പോകണ്ട എന്ന് പറഞ്ഞ് അവൻ തന്നെ ഒരു ഡ്രസ്സ് സെറ്റാക്കി കൊടുക്കാമെന്ന് ഇവളോട് പറയുന്നു. നിങ്ങൾ വെറുതെ പൈസയൊന്നും കളയണ്ട എന്ന് ഇവള് പറയുമ്പോൾ അതൊക്കെ ഫ്രീ ആണ് എന്ന് പറഞ്ഞാണ് അവൻ ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ആ ഒരു പാർട്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീച്ചനും ലിന്നും ഒക്കെ നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ വിചാരിച്ചിരിക്കുന്നത് ഷെൻസി നാണക്കേട് കൊണ്ട് അവിടെ നിന്ന് പോയി എന്നാണ്. എന്നാൽ അപ്പോഴേക്കും അവള് മനോഹരമായ ഒരു ഡ്രസ്സിൽ ഭയങ്കര സുന്ദരിയായിട്ട് അങ്ങോട്ട് കയറി വരുന്നു. ഇവർക്കാണെങ്കിൽ അവളെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. അവളാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് ഇട്ട് പണിയെടുക്കാനാണല്ലോ. അതുകൊണ്ട് തന്നെ ലിന്നും സീച്ചനും ഇവളെ ചെന്ന് ചൊറിയാനായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഇവര് രണ്ടുപേരും ചേർന്ന് എന്നെ ഇത്രയും നാള് വിട്ടിയാക്കിക്കൊണ്ടിരിക്കായിരുന്നു. എന്റെ ബോയ് ഫ്രണ്ടിനെ ഇവള് തട്ടിയെടുത്തതാണ്. ഇവനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഓരോ നുണകൾ പറഞ്ഞ് ഒരുപാട് പൈസ തട്ടിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഇവൾ അവിടെ വലിച്ചെറിയുന്നു. ഈ ലിന്നാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിലേതാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരൊക്കെ നീ ഇത്രക്കാരിയായിരുന്നോ എന്ന് ചോദിച്ച് അവളെ നാണം കെടുത്തുന്നു. അവർക്ക് രണ്ടുപേർക്കും അത് നല്ല കുറച്ചിലാവുന്നുണ്ട്. ഇവള് കള്ളം പറയുന്നതാ, ഇതൊന്നും ഒറിജിനൽ അല്ല, ഈ ഫംഗ്ഷൻ ഇവള് കോളോ ആക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാ എന്നൊക്കെ പറഞ്ഞ് സീച്ചൻ ഇവളെ തല്ലുന്നു. നിനക്ക് ഞാൻ ഇത്രയും തെളിവ് നിരത്തിയിട്ട് നാണമില്ലാതെ വാദിച്ചു നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ച് അവൻ കൊടുത്ത ആ ഒരു അടി ഇവള് അതേപോലെ തന്നെ അവനിക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഹാൻ എത്തുന്നു. ഇവനെ അവിടെ കണ്ട് ലിൻ അവനോട് ഇത് ഫെങ് കമ്പനിയുടെ സ്റ്റാഫുകൾക്ക് മാത്രം നടക്കുന്ന ഫംഗ്ഷൻ ആണ്, നിങ്ങൾ ആരാണ് ഇയാളെ പിടിച്ച് ഇവിടെ നിന്ന് പുറത്തു തള്ളാനായിട്ട് പറഞ്ഞ് ലിൻ സെക്യൂരിറ്റിയെ വിളിക്കുന്നു. അപ്പൊ ഹാൻ അവരോട് ഞാനും ഇവിടുത്തെ ഒരു എംപ്ലോയി തന്നെയാണ് മാഡം എന്ന് പറഞ്ഞ് ആ ഒരു എംപ്ലോയീസിന് മാത്രമുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ കാണിക്കുന്നു.
അപ്പോ ലിൻ ഉടനെ തന്നെ ഓ 10,000-3,000 ശമ്പളം വാങ്ങുന്ന നീയൊക്കെ ഞങ്ങളോട് എതിർക്കാറായോ എന്ന് ചോദിച്ച് ഹാനയും ഷെൻസിയും ഇവര് രണ്ടുപേരും കൂടി അപമാനിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവരുടെ കമ്പനി ഡയറക്ടറായ നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നു. അയാൾ അങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ ലിൻ ഓടിച്ചെന്ന് ഈ ഒരു ഫംഗ്ഷൻ ഇവള് കൊളമാക്കാനായിട്ട് കയറി വന്നതാ, ഇവർക്ക് നേരെ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം സർ എന്നൊക്കെ പറയുന്നു. ഈ ലിന്നിന്റെ ഫാമിലിയും അതേപോലെ തന്നെ ഈ മുത്തശ്ശന്റെ ഫാമിലിയൊക്കെ തമ്മിൽ നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാം തീർന്നല്ലോ ദൈവമേ എന്നൊക്കെയാണ് നമ്മുടെ ഷെൻസിയുടെ മനസ്സിലെ ചിന്ത. എന്നാൽ ആ മുത്തശ്ശനാണെങ്കിൽ ഷെൻസിയോട് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവര് നിന്നെ വല്ലതും ചെയ്തോ എന്നൊക്കെ വളരെ കെയറോട് കൂടി ചോദിക്കുന്നു. ഇത്രയും വലിയൊരു മനുഷ്യൻ തന്നോട് ഇത്ര കെയറിങ് കാണിക്കുന്നതിൽ അവള് സ്തംഭിച്ചു നിൽക്കാണ്. മുത്തശ്ശൻ അറിയാം ഇത് അയാളുടെ കൊച്ചുമകന്റെ വൈഫാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ കിടന്ന് കോപ്രായം കാണിക്കുന്ന ഇവരെ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കാനായിട്ട് മുത്തശ്ശൻ പറയുന്നു. മാത്രമല്ല ഇവരെ രണ്ടുപേരെയും ജോലിയൊന്നും പറഞ്ഞു വിട്ടേക്ക്, ഫെങ് കമ്പനിക്ക് ഇനി ലിൻ കമ്പനിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്നും മുത്തശ്ശൻ പറയുന്നു. അതായത് ഈ ലിന്നിന്റെ അച്ഛന്റെ കമ്പനി. അങ്ങനെ അവരെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചിട്ട് മുത്തശ്ശൻ ഷെൻസിയുടെ മുഖത്തെ പാട് കണ്ട്, നേരത്തെ സീച്ചൻ അവളെ അടിച്ചിരുന്നല്ലോ, ആ ഒരു പാട് കണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഡോക്ടർ എത്തി അവളെ പരിശോധിച്ചിട്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷെ മുത്തശ്ശനാണെങ്കിൽ ഒരു തൃപ്തിയും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഷെൻസി അദ്ദേഹത്തിനോട് സർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ആ ഒരു ഫംഗ്ഷൻ ഞാൻ കാരണം കുളമായില്ലേ എന്നൊക്കെ അവളെ ചോദിക്കുന്നു. അപ്പൊ മുത്തശ്ശൻ അവളോട് അതൊരു ചെറിയ ഫംഗ്ഷൻ അല്ലേ മോളെ, എന്റെ മരുമകളേക്കാൾ വലുതല്ല എനിക്ക് ആ പാർട്ടി എന്ന് മുത്തശ്ശൻ പറയുന്നു. അപ്പൊ അത് കേട്ട് ഇവളൊന്ന് ഞെട്ടുന്നു. ഇദ്ദേഹത്തിന് എന്നെ മരുമകളാക്കിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് തോന്നുന്നു എന്ന് മനസ്സിലാക്കി അവള് അയാളോട് സർ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്റെ കാര്യത്തിൽ ഈ കാണിക്കുന്ന കെയർ ഒക്കെ എന്തിനാണെന്ന്, പക്ഷെ ഞാനൊരു ക്ലീനർ അല്ലേ, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് മാച്ച് ആയിരിക്കില്ല, മാത്രമല്ല ഞാൻ ഓൾറെഡി മാരീഡ് ആണ്, ഇതാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ഹാനിനെ പരിചയപ്പെടുത്തുന്നു. മുത്തശ്ശേര് അത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം കൊച്ചുമകൻ തന്നെയാണല്ലോ അത്. മോളെ നിനക്ക് അബദ്ധം പറ്റിയതാ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവളോട് സത്യാവസ്ഥ പറയാൻ വരുമ്പോഴേക്കും ഹാൻ അദ്ദേഹത്തെ ഒന്നും പറയാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. മുത്തശ്ശൻ നിങ്ങളെ എന്ത് പണിയായി കാണിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ രഹസ്യമായിട്ട് വെച്ചാൽ മതിയെന്ന്, കുറച്ച് ദിവസം അങ്ങനെ പോട്ടെ, പിന്നീട് നമുക്ക് എല്ലാവരോടും തുറന്നു പറയാമെന്ന് ഹാൻ പറയുന്നു. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഷെൻസി ഇവരോട് നിങ്ങൾ എന്താ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒന്നുമല്ല, മോളുടെ ഒരു ജോലിക്കാര്യമാണെന്ന് മുത്തശ്ശൻ പറയുന്നു. എന്നെ ജോലിന്ന് പറഞ്ഞു വരികയാണെന്ന് ഇവള് ചോദിക്കുന്നു. അതൊന്നും അല്ല, മോൾക്ക് ഞാനൊരു പ്രൊമോഷൻ തരാൻ പോവുകയാണെന്ന് മുത്തശ്ശൻ പറയുന്നു. പ്രൊമോഷനോ? ഓ പ്രൊമോഷൻ തന്ന് എന്നെ മയക്കാന്ന് വിചാരിച്ചോ, ഞാനതിലൊന്നും വീഴാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവള് ഹാനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവര് വീട്ടിലെത്തുമ്പോ ഇവൻ അവളോട് നീ അത്രയും വലിയൊരു പ്രൊപ്പോസൽ എന്തിനാ വേണ്ടാന്ന് വെച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അവള് ഓ അത് എത്ര വലിയ സുന്ദരനാണെങ്കിലും എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നു. അപ്പൊ ഇവൻ അവളെ ചേർത്ത് നിർത്തിയിട്ട് ആ വ്യക്തി ഞാനായാലോ എന്ന് ചോദിക്കുന്നു. എങ്കില് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുന്ന ഇവളും പറയുന്നു. അതിന് കാരണം എന്താണെന്ന് ഇവൻ ചോദിക്കുമ്പോ എനിക്ക് കള്ളം പറയുന്നത് തീരെ ഇഷ്ടമല്ല, സീച്ചനും ഞാനും 5 വർഷമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അപ്പോഴെല്ലാം അവൻ എന്നെ കള്ളം പറഞ്ഞ് ചതിക്കായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് കള്ളം പറയുന്നവരെ തീരെ ഇഷ്ടമല്ല എന്ന് പറയാൻ വരുമ്പോഴേക്കും ഇവൻ അവളെ പറയാൻ സമ്മതിക്കാതെ അവളെ വാകേറി പൊത്തുന്നു. അതിനുശേഷം അവര് അന്ന് നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ ഇവൾ ഓഫീസിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കുറച്ച് ഗാർഡ്സ് എത്തി ഇവളെ അവിടുത്തെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജറായിട്ട് നിയമിച്ചു എന്ന് പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നു. അവൾ അത് കേട്ട് ഷോക്ക് ആവുന്നു. അപ്പൊ ഇവിടെ ലിന്നും സീച്ചനും പുതിയ മാർക്കറ്റിംഗ് മാനേജറായിട്ട് മിസ് ഫെങ് ആണ് ചാർജ് എടുക്കാൻ പോകുന്നത് എന്നറിഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഇവർക്ക് അകത്ത് കയറാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നേക്കാണ്. അവരെ അവിടെ നിന്ന് മുത്തശ്ശൻ പുറത്താക്കിയതാണല്ലോ, സോ ഇനി മരുമകളെ ചാക്കിട്ട് പിടിച്ച് അകത്ത് കയറാം എന്നാണ് ഇവര് ചിന്തിക്കുന്നത്. അപ്പൊ ഇവൾ അവരോട് അയ്യോ നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതാ, ഇത് എനിക്കുള്ളതായിരിക്കില്ല എന്ന് പറയുമ്പോ അവര് അല്ല ഇത് മാഡത്തിന് തന്നെയുള്ളതാ എന്ന് പറഞ്ഞ് തറപ്പിച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലിന്നും സീച്ചനും വരുമ്പോ ഷെൻസിയുടെ കയ്യില് ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇരിക്കുന്നത് കണ്ട് ഇത് മിസസ് ഫെങ്ങിന്റേതല്ലേ, നിന്റെ കയ്യിൽ ഇതെങ്ങനെയാ വന്നത്, നീ എന്തിനാ ഇതിൽ തൊട്ടത് എന്നൊക്കെ ചോദിച്ച് അവരിവളോട് ദേഷ്യപ്പെടുന്നു. അപ്പോ ഷെൻസി അവരോട് നിങ്ങളെ രണ്ടുപേരും ഈ കമ്പനിയുടെ ഭാഗം പോലും അല്ല, ഇപ്പോ നിങ്ങൾക്ക് പിന്നെ ഇത് ചോദ്യം ചെയ്യാനുള്ള അധികാരം എന്താണെന്ന് ചോദിക്കുന്നു. പക്ഷെ അവരിവളെ വിടുന്ന പ്ലാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ശരിക്കുള്ള അവകാശി ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വലിയ കാര്യത്തില് ആ ഒരു ഫയല് ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ അതിലുണ്ടായിരുന്നത് മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള നമ്മുടെ ഷെൻസിയുടെ പേര് തന്നെയാണ്. അത് കണ്ട് ഇവര് രണ്ടുപേരും ഞെട്ടുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചേ, നീ ഇതിലെ പേര് മാറ്റിയതല്ലേ എന്നൊക്കെ ചോദിച്ച് അവരിവളോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് എത്തുന്നു, കൂടെ ഹാനുമുണ്ട്. മുത്തശ്ശൻ നേരെ ഇവരുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ രണ്ടിനെയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കിയതല്ലേ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലിന്നാണെങ്കിൽ സർ ഞങ്ങള് മിസ് ലേഡി വരുന്നതറിഞ്ഞ് അവരെ സ്വീകരിക്കാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഇവളിവിടെ നമ്മുടെ കമ്പനിയിൽ കയറി പറ്റാനായിട്ട് ഓരോ കോപ്രായങ്ങളെ കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുന്നു. അപ്പൊ മുത്തശ്ശൻ ആരെയാണ് പുറത്താക്കേണ്ടതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും തന്നെ അവിടെ നിന്ന് ഇനി മേൽ
മേലെ ഈ പാടി പോലും ചവിട്ടി പോകരുത് എന്ന് പറഞ്ഞ് പുറത്താക്കിപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവൾ മുത്തശ്ശനോട് സർ നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണ്, ഇതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അവളോട് നീ കോളേജിൽ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയല്ലേ, ഞാനതൊക്കെ അന്വേഷിച്ചു, നിന്റെ ഫാമിലി സിറ്റുവേഷൻ കാരണം നിനക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് കരുതി നിനക്ക് കഴിവില്ലാതെയാവോ, നീ ഈ സ്ഥാനത്തേക്ക് പൂർണ്ണമായും യോഗ്യതയുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞ് അവൾക്ക് ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നു. മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം അവളുടെ സിറ്റുവേഷൻസ് കാരണമാണല്ലോ അവൾക്ക് ഈ ഒരു ജോലി ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടിയും ചെയ്യേണ്ടി വന്നത്. അവൾ ആഗ്രഹിച്ച ഒരു ഫീൽഡിൽ ഇപ്പൊ അവൾക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് കൊണ്ട് തന്നെ അവള് നല്ല ഹാപ്പി ആവുന്നു. അതുമാത്രമല്ല ഇവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഹാനിന്റെ കടബാധ്യതകള് എന്തായാലും എത്രയും പെട്ടെന്ന് തീർക്കണം. ഇവൻ അവിടുത്തെ ഒരു ചെറിയ എംപ്ലോയി ആണ് എന്നാണല്ലോ അവള് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജോലിയിലും എങ്ങനെയെങ്കിലും അവനക്ക് ഇംപ്രൂവ്മെന്റ് കൊടുക്കണം, അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണം എന്നുറപ്പിച്ച് മുത്തശ്ശനോട് ഞാൻ ഈ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശനും എത്രയും പെട്ടെന്ന് തന്നെ നീ ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ ജോലി സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ഹാനിനെ വിളിക്കുന്നു. അവനിക്ക് അവിടെ ഒരു ജോലി സ്ഥലമൊന്നും ഇല്ലല്ലോ, എങ്കിലും അവൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നല്ലേ ഇവളോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ആണ് എന്ന് പറഞ്ഞ് ഒഴിമാറാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവള് അവനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു സെക്യൂരിറ്റിയുടെ റൂമിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവൻ അവളെ കാണിക്കാൻ വേണ്ടി അവിടെ കിടന്ന ആരുടെയോ ഒരു യൂണിഫോം ഒക്കെ എടുത്തിട്ട് ഇവളെ കാണിക്കുന്നു. അതിലെ നെയിം ആണെങ്കിൽ വേറെ ആരുടെയോ ആണ്. അപ്പൊ അത് കാണാതിരിക്കാനൊക്കെ ആയിട്ട് ഇവൻ നല്ലതുപോലെ തന്നെ പാടുപെടുന്നുണ്ട്. പക്ഷെ അവൾ അത് വലുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാനിവളോട് അവന്റെ ഒരു ബാങ്ക് കാർഡ് എടുത്ത് കൊടുത്തിട്ട് നീ പുതിയ ജോലിക്ക് കയറാൻ പോവല്ലേ, കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇവളും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഇവനിക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ അവള് ഒറ്റയ്ക്ക് പോവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവള് ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ സെയിൽസ് ഗേൾ മറ്റാരും ആയിരുന്നില്ല, ലിൻ തന്നെയാണ്. ഇവള് കാരണമാണല്ലോ അവളുടെ അച്ഛന്റെ ബിസിനസ്സും കൂടി ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ജീവിക്കാൻ വേണ്ടി ഇവളിപ്പോ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഷെൻസിയെ കണ്ട് ഇവൾക്ക് നല്ല നാണക്കേട് വരുന്നുണ്ടെങ്കിലും ഇവള് ഇത്രയും വലിയ ഷോപ്പിൽ ഡ്രസ് എടുക്കാൻ വന്നേക്കുന്നത് കണ്ട് നിനക്ക് ഇവിടെ വരാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത്, ഇവിടുത്തെ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില പോലും നിനക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ മെക്കിട്ട് കയറുന്നു. ഷെൻസി കാരണമാണല്ലോ അവളുടെ ജോലി പോയത്, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഷെൻസിയും വിട്ടുകൊടുക്കാതെ ഓഹോ അത്രയ്ക്കാണോ, എങ്കിൽ പിന്നെ ഞാനിന്ന് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ടേ പോകുന്നുള്ളൂ, അതിന്റെ വില എനിക്ക് താങ്ങാൻ പറ്റൂലെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ നല്ല തർക്കാവുന്നു. ലിന്നാണെങ്കിൽ ഷെൻസിയെ തല്ലാനായിട്ടും വരുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടുത്തെ മറ്റൊരു സീനിയർ സ്റ്റാഫ് വന്ന് നീ എന്തായി കാണിക്കുന്നത്, ഇന്നിവിടെ ഇതിന്റെ ഓണർ ഇൻസ്പെക്ഷൻ ആയിട്ട് വരുന്നതാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും നല്ല പണി തരും എന്നൊക്കെ ലിനിനോട് പറയുന്നു. എന്നിട്ട് അവര് തന്നെ ഷെൻസിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടും വരുന്നു. അപ്പോ ഷെൻസി അവരോട് നിങ്ങളുടെ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ പച്ചവെള്ളത്തിന്റെ വില പോലും എനിക്ക് താങ്ങാനാവില്ല എന്നാണ്, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് വെള്ളം കുടിച്ചേ പറ്റൂ എന്ന് പറയുന്നു. അപ്പൊ അവരാണെങ്കിൽ അയ്യോ മാഡം ഇവിടെ വരുന്ന സ്റ്റാഫിനൊക്കെ ഡ്രിങ്ക്സ് ഫ്രീ ആണ്, പൈസയൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലിനിനോട് ഗസ്റ്റിന് പോയി കോഫി ഉണ്ടാക്കി കൊണ്ടുവരാനായി പറഞ്ഞ് അവളെ വിടുന്നു. സീനിയർ സ്റ്റാഫ് ആണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അവൾക്കത് കേട്ടേ പറ്റൂ. സോ ഇവളത് ഉണ്ടാക്കി ഷെൻസിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. പക്ഷെ അവളത് കുടിക്കാനൊന്നും തയ്യാറാവുന്നില്ല, ഇവളുണ്ടാക്കിയതാണല്ലോ. അവൾ അവിടെ നിന്ന് അങ്ങനെ പോവാനായിട്ട് തുടങ്ങുമ്പോൾ ലിന് അവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫി മനഃപൂർവ്വം അവിടെ ഉണ്ടായിരുന്ന ഒരു വിലപിടിപ്പുള്ള ഡ്രസ്സിലേക്ക് ഒഴിച്ച് അത് ഷെൻസിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അങ്ങോട്ടേക്ക് വരുന്ന അവിടുത്തെ സീനിയർ സ്റ്റാഫും മാഡം ഇതിന് നിങ്ങൾ എന്തായാലും ബില്ല് പേ ചെയ്തേ പറ്റൂ, ഇത് വാഷ് ചെയ്യാൻ പോലും പറ്റാത്ത ഡ്രസ്സാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവള് ആ ഡ്രസ്സിന്റെ വില നോക്കുന്ന സമയത്ത് ഏതാണ്ട് 1,00,000 രൂപയോളം വരുന്നു. പെട്ടെന്ന് തന്നെ ഇവള് ഇത്രയും രൂപയോ, ഞാനിത് എന്തായാലും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് CCTV വേണമെങ്കിൽ പരിശോധിക്കാം എന്ന് പറയുമ്പോൾ ലിന്നോടഞ്ഞ് തന്നെ അത് തകരാറിലാണ് എന്ന് പറയുന്നു. എന്നിട്ട് സെക്യൂരിറ്റി വിളിപ്പിച്ച് ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഹാൻ കാണുന്നുണ്ടായിരുന്നു. കാരണം അവന്റേതാണ് ആ മാള് തന്നെ, ഇൻസ്പെക്ഷനായിട്ട് അതിനൊരു ഓണർ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇവൻ തന്നെയാണ്. അവന്റെ കൂടെയുള്ള ആ ഷോപ്പിന്റെ മാനേജറും അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഹാൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഷെൻസിയെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തുന്നു. എന്നിട്ട് അവന്റെ വൈഫിനെ ഇത്രയും നേരം ഇവള് ലിൻ അപമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എന്റെ വൈഫിന് വേണ്ടി ഞാൻ ഈ കടയിലെ മുഴുവൻ സാധനങ്ങളും വാങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ അതെല്ലാം അവരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോ ലിന്നാണെങ്കിൽ അതൊക്കെ കണ്ട് നിങ്ങളെന്താ ഞങ്ങളെ വിഡ്ഢികളാക്കാന്ന് വിചാരിച്ചോ, ഇതിന്റെ ഒന്നും ബില്ല് നിനക്കൊന്നും ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും അടയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരെയും അപമാനിക്കുന്നു. അപ്പൊ അവരുടെ മാനേജർ ആണെങ്കിൽ ഈ ലിൻ പറയുന്നതെല്ലാം കേട്ട് അവരുടെ ബോസിനെയാണല്ലോ ഇവള് അപമാനിക്കുന്നത്, അതുകൊണ്ട് തന്നെ ലിനിനിട്ട് നല്ലത് പൊട്ടിക്കുന്നു. ഹാൻ ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അപ്പോ ലിന്ന മാനേജറിനോട് മാഡം ഇവളാണ് ആ ഡ്രസ്സ് നശിപ്പിച്ചത്, ഇവര് രണ്ടുപേരെയും എനിക്ക് നല്ലതുപോലെ അറിയാം, ഫ്രോഡുകളാണ് എന്നൊക്കെ മാനേജറിനോട് പറയുമ്പോൾ മാനേജർ അവളോട് ഞാനും ഇദ്ദേഹവും അതെല്ലാം നല്ലതുപോലെ കണ്ടതാണ്, ആരാണ് കുറ്റക്കാരി എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഇനി എന്തായാലും നിനക്ക് ഈ നാട്ടില് ഒരു ഷോപ്പിലും ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവളെ ആ ഷോപ്പിൽ നിന്ന് പുറത്താക്കുന്നു.
അങ്ങനെ ലിൻ അവിടുന്ന് പോയതിനു ശേഷം ഷെൻസി ഇവരോട് ഞങ്ങൾക്ക് ഈ ഡ്രസ്സൊന്നും വേണ്ട, എന്റെ ഹസ്ബൻഡ് ചുമ്മാ പറഞ്ഞതാ, നിങ്ങൾ ക്ഷമിക്ക് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ അതിന് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ അവര് വീട്ടിലേക്ക് വരുമ്പോ ആ വാങ്ങിച്ച സാധനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൾ അതൊക്കെ കണ്ട് നിങ്ങൾ ശരിക്കും ഒരു കോടീശ്വരൻ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവനാണെങ്കിൽ നിനക്ക് നിന്റെ നാളത്തെ ഫസ്റ്റ് ക്ലയന്റിനെ കാണാൻ പോകാനുള്ളതല്ലേ, ഇതൊന്നും ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ലിന്നും സീസനും കൂടി അവരുടെ കുറച്ച് ക്ലാസ്മേറ്റ്സിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് അടിച്ചു മാറ്റി. അതായത് ആ ക്ലാസ്മേറ്റ്സിന്റെ വിചാരം ഇവര് ഇപ്പോഴും ഫെൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പൈസ ഉപയോഗിച്ച് അവർക്ക് ഫെൻ കമ്പനിയായിട്ട് ഒരു പ്രോജക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയേക്കാണ്. അവരിൽ കുറച്ചു പേരൊക്കെ നല്ല ക്യാഷ് ഉള്ള ടീമാണ്. പക്ഷെ ആ പൈസയും കൊണ്ട് രാജ്യം വിടാനാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ. സോ അതിനായിട്ടാണ് ഇപ്പൊ ഒരു മീറ്റിംഗിനായിട്ട് ഒരു ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവര് ആ ഒരു റൂമിലോട്ട് കയറി പോകുന്നു. എന്നാൽ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഷെൻസിയും അവളുടെ ഒരു ക്ലയന്റുമായിട്ടുള്ള മീറ്റിംഗിനായിട്ട് എത്തിയിരിക്കുന്നത്. ആ ഒരു മീറ്റിംഗ് 999 എന്ന് പറയുന്ന നമ്പറുള്ള ഒരു റൂമിലായിരുന്നു. പക്ഷെ ലിന്നൊക്കെ അവരുടെ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന റൂമിലോട്ട് കയറുന്ന സമയത്ത് ആ ഒരു 666 നമ്പർ തിരിഞ്ഞ് 999 ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ അതാണ് ഇവളുടെ മീറ്റിംഗ് നടക്കുന്ന റൂം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. അപ്പൊ ഇവള് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കണ്ട് അവിടെയുള്ള എല്ലാവരും നിനക്കെന്താ ഇവിടെ കാര്യം, നിന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്നൊക്കെ എല്ലാവരും ഇവളോട് ചോദിക്കുന്നു. കാരണം അവർക്കൊക്കെ ഇവളെ നല്ലതുപോലെ തന്നെ അറിയാം. കാരണം സീച്ചനും ഇവളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണല്ലോ. പക്ഷെ ഇവളെ പകുതിയിൽ വെച്ച് പഠിത്തം നിർത്തിയതാണ്. എങ്കിലും അവർക്കെല്ലാം ഇവളെ അറിയാം. ഇവള് ഫെൻ കമ്പനിയിലെ തുടപ്പുകാരിയാണ് എന്ന കാര്യങ്ങളും അറിയാം. അപ്പോ അവൾക്ക് റൂം മാറിയതാണ് എന്ന് മനസ്സിലാക്കി ആ ചെകുത്താന്മാരുടെ ഇടയിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് തുടങ്ങുമ്പോൾ അവളുടെ കയ്യിലുള്ള ഫെൻ ഗ്രൂപ്പിന്റെ ഫയല് കണ്ട് നീ എന്തിനാ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നു. അപ്പോ ലിന്നാണെങ്കിൽ ആ ഒരു ഫയല് വാങ്ങിയിട്ട് ഒരു തുടപ്പുകാരിക്ക് എന്ത് അധികാരമാണ് ഫെൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലുള്ളത് എന്നൊക്കെ ചോദിച്ച് ഇവളെ അപമാനിക്കുന്നു. അപ്പോ ഷെൻസി ലിന്നിനോട് എന്റെ അധികാരമൊക്കെ അവിടെ നിൽക്കട്ടെ, ഫെൻ കമ്പനിയിൽ നിന്നും നിന്നെ പുറത്താക്കിയതല്ലേ, പിന്നെ നിനക്ക് എന്ത് അധികാരോ എന്നെ ചോദ്യം ചെയ്യാനുള്ളത് എന്നൊക്കെ ഇവളെ ചോദിക്കുന്നു. അപ്പോ ലിന്നിന്റെയും സീച്ചന്റെയും ജോലി ഫെൻ കമ്പനിയിൽ നിന്ന് പോയതറിഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും ഷോക്കാവുന്നു. എങ്കിലും അവർ രണ്ടുപേരും അത് നല്ലതുപോലെ തന്നെ മാനേജ് ചെയ്ത് നിൽക്കുന്നു. ഷെൻസി അതൊക്കെ കെട്ടിച്ചമച്ചതാണ്, അവൾക്ക് ഞങ്ങളോടുള്ള അസൂയ കാരണമാണ് എന്ന പേരില്. അപ്പോ ഷെൻസി ആണെങ്കിൽ അവരോട് എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അതിലുള്ള മാനേജർ ആരാണെന്ന് നോക്കാനായിട്ട് ഇവരോട് പറയുന്നു. അങ്ങനെ ഇവരും ആ ഒരു ഫയല് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതില് മാനേജറിന്റെ സ്ഥാനത്ത് കൊടുത്തേക്കുന്ന പേര് നമ്മുടെ ഷെൻസിയുടേതാണ്. അപ്പോ ലിന്നാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇവളെ തല്ലാനായിട്ട് വരുന്നു. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹാനും അസിസ്റ്റന്റും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു. അസിസ്റ്റന്റ് നേരെ വന്ന് നമ്മുടെ ഷെൻസിയോട് മാഡം ഇത്രയും നാള് ഇദ്ദേഹം ആരാണെന്ന് മറിച്ചു വെച്ചത് നിങ്ങളുടെ സുരക്ഷയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്, ഇദ്ദേഹമാണ് ഫെൻ കമ്പനിയുടെ യഥാർത്ഥ ചെയർമാൻ എന്ന് അറിയിക്കുന്നു. അത് കേട്ട് അവള് ആകെ പാടെ ഷോക്കാവുന്നു. മാത്രമല്ല ലിന്നിനും അത് കേട്ട് വിശ്വസിക്കാനാവുന്നില്ല. അത്രയും വലിയൊരു കോടീശ്വരൻ നമ്മുടെ ഷെൻസി ആണല്ലോ വിവാഹം കഴിച്ചേക്കുന്നത്. അസിസ്റ്റന്റ് പറയുമ്പോഴാണ് ലിന്നിനെയും സീച്ചനെയും ഫെൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം ഫ്രണ്ട്സ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഹാനിനോട് ഇവര് രണ്ടുപേരും ചേർന്ന് ഞങ്ങളുടെ പൈസ അടിച്ചു മാറ്റാൻ നോക്കിയത്, അതും ഫെൻ കമ്പനിയുടെ പേരും പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും വെറുതെ വിടരുതെന്ന് പറയുന്നു. അതോടുകൂടി എല്ലാവരുടെയും മുന്നിൽ സീച്ചന്റെയും ലിന്നിന്റെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു. ഇത്രയും വലിയൊരു ചതി ചെയ്ത ഇവരെ നല്ലത് കൊടുത്ത് ഹാനിന്റെ ആളുകളെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുന്നു. അങ്ങനെ അതിനെല്ലാം ശേഷം നമ്മുടെ ഹാനിനെയും ഷെൻസിയെയും നോക്കി ഈ ഫ്രണ്ട്സ് എല്ലാവരും ഒരു തുടപ്പുകാരിയായ ഇവളെ എങ്ങനെയാ ഹാനിനെ പോലുള്ള ഒരാള് കല്യാണം കഴിച്ചത്, ഫെൻ ഫാമിലി ഇവളെ അംഗീകരിക്കും, അവർക്ക് മുന്നിൽ എതിർത്ത് സംസാരിക്കാൻ പോലും ഇവളെ കൊണ്ട് പറ്റില്ല, 2 ദിവസം കൊണ്ട് അവളെ അവിടെ നിന്ന് അവരടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഷെൻസി ആണെങ്കിൽ ഇത്രയും നാള് ഹാന ആ ഒരു വലിയ സത്യം ഇവളിൽ നിന്ന് മറച്ചു വെച്ചത് കൊണ്ട് തന്നെ അവള് ഭയങ്കര കലിപ്പില് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവനിക്ക് നല്ലത് കൊടുക്കുന്നു. അവള് അത്ര വലിയ പാവമൊന്നല്ല, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കാൻ അറിയാമെന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുന്നു. ഹാൻ ആണെങ്കിൽ അപ്പോ നല്ല വേദനയില് ഇവളോട് ഇനി ഒരിക്കലും താൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങില് ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇതൊരു സ്പെഷ്യൽ സ്റ്റോറി എന്നല്ല, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.